ഇന്ന് നമ്മുടെ ചേച്ചി താമസിച്ചിരുന്ന വാടകയ്ക്ക് താമസിച്ച വീട്ടിൽ നിന്ന് അവർ വാടക വീട് ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അങ്ങ് പത്തനാപുരത്ത് പൂക്കുളഞ്ഞിയിലായിരുന്നു അവരുടെ വീട്. അങ്ങനെ നമ്മൾ പത്തനാപുരത്തൊക്കെ ചെന്നിട്ട് അവിടുന്ന് ഓട്ടയൊക്കെ പിടിച്ച് അവരുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ചെന്ന് മൊത്തം അഴുക്കായിട്ട് കിടക്കുമായിരുന്നു. നമ്മൾ ചെന്നതേ വെള്ളമൊക്കെ കോരി അവിടെ നിന്ന് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയതായിരുന്നു. അങ്ങനെ നമ്മൾ പോയി ചായയൊക്കെ ഇട്ടിട്ട് ബാക്കി പാലെടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് നമ്മൾ പിന്നെ ചീനിയൊക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചു. എന്നിട്ട് നമ്മൾ ഓരോരോ സാധനങ്ങളായിട്ട് വിലയിലൊക്കെ പറക്കിയിട്ട് ഒതുക്കി വെച്ച്. അന്നേരം നമ്മൾ അവരുടെ വീട് കാടിൻ്റെ ആ ഭാഗത്തോട് ചേർന്നായിരുന്നു. അപ്പോൾ അവിടെ മയിൽ വിളി വന്നു. ഇതായിരുന്നു അവരുടെ വീട്. നമ്മൾ പിന്നെ അവിടെ ചെന്നിട്ട് ചാക്കൊക്കെ ആയിട്ടാണ് നമ്മൾ പോയത്. നമ്മൾ ആ ചാക്കിനകത്ത് സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ട് കുറേ തുണികളും സാധനങ്ങളൊക്കെ പഴയതൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്തിട്ട് കത്തിച്ച്. എന്നിട്ട് കുറച്ച് പേര് നമ്മൾ ചീനിയൊക്കെ പുഴുങ്ങിയിട്ട് ഉണക്കമീനൊക്കെ വറുത്ത്. അവിടെ അരകല്ലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇതേക്കത്ത് ഇടിക്കല്ലിനകത്തായിരുന്നു ചമ്മന്തിയൊക്കെ. നമ്മൾ വീട്ടിൽ നിന്ന് കന്താരിയും സാധനമൊക്കെ ആയിട്ടായിരുന്നു പോയത്. അതൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചിട്ട് അതെല്ലാം കൂടി കൊണ്ടുവന്ന് നമ്മൾ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്നല്ല കടയിൽ നിന്ന് വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് പോയി. ഇവിടുത്തെ വെള്ളമൊന്നും ഉപയോഗിക്കാൻ കൊള്ളത്തില്ലല്ലോ. എന്നിട്ട് നമ്മൾ ചീനിപ്പുഴുക്കും ഒക്കെ ആക്കിയിട്ട് അവിടുന്ന് വട്ടേര പറിച്ചിട്ട് അതിൻ്റെ അകത്തിട്ടാണ് കഴിച്ചത്. പാത്രങ്ങളൊക്കെ ഉണ്ട്, പിന്നെ എല്ലാം കഴുകിയെടുക്കണ്ടേ. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ആയിരുന്നു കഴിച്ചത്. ചീനിപ്പുഴുക്ക് വീട്ടിൽ നമ്മൾ അച്ചാർ കൊണ്ടുപോയി, പിന്നെ ചമ്മന്തി, തൈര് അതെല്ലാം കൂട്ടി കഴിച്ചിട്ട് നമ്മൾ സാധനം എല്ലാം പറക്കിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ എല്ലാം തൂത്ത് വൃത്തിയാക്കി. ആ സമയം കൊണ്ട് മഴ പെയ്തായിരുന്നു. അന്നേരം നമ്മൾ അകത്ത് കയറി ഇരുന്ന് അപ്പോഴത്തേക്ക് വണ്ടി വന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അന്നേരം വൈകുന്നേരമായി. പിന്നെ നമ്മൾ ചായയൊക്കെ ഇട്ടിട്ട് വണ്ടിക്കാരനും കൊടുത്തു. നമ്മൾ പക്കാവട മേടിച്ചുകൊണ്ട് വരുന്നത് അതൊക്കെ കഴിച്ചു. എന്നിട്ട് സാധനമെല്ലാം നമ്മൾ ഓരോന്നായിട്ട് കൊണ്ടുവന്ന് വണ്ടിക്കകത്ത് കയറ്റി നമ്മൾ തിരിച്ചു പോന്നു. നമ്മൾ വണ്ടിയുടെ പുറയിൽ സാധനമൊക്കെ വെച്ചേക്കുന്നിട്ട് തിരിഞ്ഞ് കുറേ പേരുണ്ടായിരുന്നു. നമ്മൾ 3-4 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വന്നേ. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് 7 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നപ്പം സാധനം ഇറക്കാൻ അണ്ണന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സാധനം എല്ലാം ഇറക്കി വീട്ടിൽ വന്ന് നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞു. അപ്പം ഇത്രയേ ഉള്ളായിരുന്നു.